സന്നിധാനത്ത് വരാം. നമ്മുടെ ഈ ആരാധനയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ചില ഇൻസ്ട്രക്ഷൻസ് ആദ്യമായി ഓർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസാനന്തരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ നിമജ്ജന സ്നാനമേറ്റ് വിശുദ്ധിയിലും വേർപാടിലും ദൈവ വചന വ്യവസ്ഥയിലും നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ മിഷൻ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതിനെ ഞങ്ങൾ ആഹ്വാനം ചെയ്തു. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ലോക്കൽ സഭയിൽ എന്നാൽ മേശയിൽ പങ്കെടുക്കുന്നവർ ഈ പറഞ്ഞ വണ്ണം രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ക്രമത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മേശയിൽ പങ്കെടുക്കാൻ അവകാശമാണ്. നിങ്ങൾ ആഹ്വാനം ചെയ്തു. ഇപ്പോൾ ചില ദൈവവചന വായിച്ചു കേൾക്കും. അതിനുശേഷം ചില ഈടുകൾ പാടും. അപ്പോൾ മേശയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവവായുസിന് എഴുതി നിൽക്കും. അപ്പ വീഞ്ഞുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാനായി നിയോഗിക്കപ്പെട്ട കർത്തദാസന്മാർ അത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. ഇവിടെ 1, 2, 3 ഇങ്ങനെ നമ്പർ ചെയ്തിട്ടുണ്ട്. 4 സീറ്റുകൾക്ക് ഒരു ദൈവവൃത്യൻ നിങ്ങളുടെ മധ്യേ അപ്പവും പാനപാത്രവുമായി ശുശ്രൂഷിക്കുന്നതായിരിക്കും. അപ്പ വീഞ്ഞുകൾ കയ്യിൽ ലഭിച്ച ശേഷം നിങ്ങൾ അതാ സ്ഥലത്ത് ഇരുന്ന് അത് ഭക്ഷിക്കണം. അപ്പോൾ ഇനി അത് ലഭിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഇടയായിത്തീരുമല്ലോ. വളരെ പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിച്ച് ഞങ്ങൾ ആഹ്വാനം ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു ദിവസം 2, 3 പ്രാവശ്യം കർത്തമേശയിൽ സൂക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യം മേശയിൽ സൂക്ഷിക്കുമ്പോഴും പരിചയത്തിൽ സൂക്ഷിക്കാൻ ഇടയാകരുത്. തകർന്ന ഹൃദയത്തോടെ നമ്മെ സ്നേഹിച്ചപ്പോൾ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി ദൈവത്തിനെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഹൃദയത്തെ കഴുകി പ്രാപിച്ച് വിശുദ്ധിയോടെ ഭയത്തോടെ പങ്കെടുക്കുവാൻ പിതാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ യെശയ്യാ പ്രവചനത്തിന്റെ വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നവൻ വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താതാന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരും ഭാഗമില്ലാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ള ദേശത്ത് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡന വന്നെന്ന് അവന്റെ തലമുറയിൽ ആരും വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെ അവന്റെ വായിൽ വാഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ടും അവനവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവരെ അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നവരം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നും വീണ്ടും ഒരു വേദഭാഗം വായിച്ചു കേൾക്കാം. യേശു അവരോട് പറഞ്ഞത്,
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസത്തിന്റെ ആദിയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ മന്ന തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഒരു ഭേദത്തോടെ വായിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നിന്ന്. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന് നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലം കൈയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, ഭൂതന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിലടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശിമോൻ എന്നു പേരുള്ള കുറിയക്കാരനെ കണ്ടു. അവനെ ക്രൂശിൽ മുക്കുവാൻ നിർബന്ധിച്ചു. തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പു കലക്കിയ വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. അത് രുചി നോക്കിയപ്പോൾ അവന് കുടിക്കുവാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറഞ്ഞ ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ടവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തുമിടത്തുമായി 2 കള്ളന്മാരെ അവനോടുകൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിക്കുവാൻ കഴിയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണിനേരത്ത് യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ച്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്ന് വിളിച്ച് അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തന് ഓടി ഒരു സ്പോങ് എടുത്ത് കുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തിന്റെ മേലാക്കി അവന് കുടിക്കുവാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കുക, ഏലിയാവിനെ രക്ഷിക്കുവാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശുവിനെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് 23 വാക്യങ്ങളോടെ ഇപ്പോൾ വായിച്ചു കേൾക്കുന്നതായിരിക്കും. പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി നമ്മുടെ തപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നിർത്തി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ തന്നെ താഴെ കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കപ്പെടുകയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും.
മനുഷ്യൻ കണ്ണേത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്നു എങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുക. ഈ കേൾക്കപ്പെട്ട ദൈവവചനങ്ങളൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നത് യേശു കർത്താവിൻ്റെ പീഠാനുഭവത്തെ, മരണത്തെ ഓർക്കുവാൻ, അവിടുത്തെ മടങ്ങിയവനെ കാത്തിരിക്കുവാൻ ഈ മേശ നമ്മോട് ആഹ്വാനം ചെയ്യും. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഇത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. ഗൗരവം മനസ്സിലാക്കിക്കേ, കർത്താവിൽ നിന്ന് താൻ നേരിട്ട് പ്രാപിച്ചു. അത് പറയാൻ കാരണം ഈ മേശ ഒരുക്കിയ സമയത്ത്, അന്ത്യത്താൽ സമയത്ത് പൗലോസ് കൂടില്ലായിരുന്നു. തനിക്ക് ദർശനത്തിൽ കർത്താവ് കാണിച്ചു കൊടുത്തത്, ഞാൻ കർത്താവ് നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. ഈ കർത്തൃമേശയെക്കുറിച്ച് പല വിധത്തിലുള്ള ഉപദേശങ്ങൾ ക്രിസ്ത്യ സമൂഹത്തിൽ കാണുവാനുണ്ട്. ഇത് പ്രാർത്ഥിച്ച് വാഴ്ത്തിക്കഴിയുമ്പോൾ ഈ അപ്പവീഞ്ഞുകൾ കർത്താവിന് ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നു പഠിപ്പിക്കുന്നവരുണ്ട്. അല്ല, ഇതിൽ കൂടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് അപ്പവീഞ്ഞുകളായി സങ്കല്പിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് സമൂഹം ഇത് കർത്താവ് കൽപ്പിച്ച കാർമിക ശുശ്രൂഷ അവിടുത്തെ ഓർമ്മയ്ക്കായി ചെയ്യും. ദൈവമക്കളെ, ഈ അപ്പം ഒരു ബേക്കറിയിൽ ബേക്ക് ചെയ്ത് ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത് ഇന്ന് രാവിലെ കൊണ്ടുവച്ചത്. പക്ഷേ ഇത് ഭക്ഷിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ഇതിൽ കടന്നിട്ടുവാൻ നാം മറന്നു പോകരുത്. ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ഒരു സഹോദരി തെറ്റ് ചെയ്തു എന്ന സംശയത്തിൽ സമ്മതിക്കാതെ, തെളിവില്ലാതെ നിൽക്കുമ്പോൾ ആ ഭർത്താവ് ആ സഹോദരിയെ ദൈവസന്നിധിയിൽ കൊണ്ടുവരും. പുരോഹിതൻ ആ സഹോദരിയുടെ വെച്ചിരിക്കുന്ന മൺകുടത്തിലെ കുറച്ച് വെള്ളം തിരുമാസത്തിലെ പൊടിയും കൂടെ കലർത്തി അവൾക്ക് കുടിപ്പാൻ കൊടുക്കും. അത്രേ ഉള്ളൂ. പക്ഷേ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഉദരം വീർത്ത് നിതംബം ക്ഷയിച്ച് അങ്ങനെ ശാപഗ്രസ്തയായിത്തീരും. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ പിന്നെയും അനുഗ്രഹകരമായ കുടുംബജീവിതം നയിച്ച് മക്കളെ പ്രസവിച്ച് അനുഗ്രഹിക്കപ്പെടാതെയായിത്തീരും. കേവലം വെള്ളമാണ് കൊടുക്കുന്നത്. പക്ഷേ മോശ മുഖാന്തരം കൽപ്പിച്ച ഒരു ആജ്ഞയാണ്. അത് ദൈവ സന്നിധിയിൽ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഇതിൽ വളരെ ഗൗരവമുണ്ട്. ഇത് അപ്പമാണെങ്കിലും പാനപാത്രത്തിലെ വീഞ്ഞാണെങ്കിലും യേശു കർത്താവ് കൽപ്പിച്ചത് കൊണ്ട് ഇതിൽ കഴിഞ്ഞത് വളരെ ശ്രദ്ധയോടെ വേണം. ഇത് കർത്താവിന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതാണ്. മാത്രമല്ല, 2 ചരിത്ര സംഭവങ്ങൾ ഇത് വിളിച്ചറിയിക്കുന്നുണ്ട്. ഒന്ന്, 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഗദസമന മുതൽ ഗോൽഗൊത്ത വരെ എനിക്കും നിനക്കും വേണ്ടി വേദനയും പീഡനവും സഹിച്ച് ക്രൂശിൽ യാഗമായി തീർന്ന ഒരു ചരിത്ര സംഭവം. അത് പുറകോട്ട് നോക്കി അതൊന്ന് കാണുന്നു. ക്രൂശിതനായ യേശുവിനെ ഒരു വലിയ ചരിത്ര സംഭവം ഇനി സാക്ഷിയാകാൻ പോവുകയാണ്. അത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്.
മേശയിൽ പങ്കെടുക്കുമ്പോൾ യേശു കർത്താവിന്റെ മടങ്ങി വരുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ നമുക്കുള്ളിൽ ധൈര്യം പകരുന്നു. അപ്പോൾ തന്നെ ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ളിലേക്ക് നോക്കുവാൻ ഇടയായിത്തീരണം. ദൈവവാസനോട് കേട്ടല്ലോ, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. Praise God. Hallelujah. അല്ല, അയോഗ്യമായി ഈ മേശയിൽ പങ്കെടുത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന പകരം കുറ്റക്കാരനാകും എന്ന് വേദപുസ്തകം നമ്മെ വിളിച്ചറിയും. അതുകൊണ്ട് ഈ മേശയിലേക്ക് നാം അടുത്ത് വരുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ സ്വയശോധനയോടെ നമുക്ക് അടുത്തു വരാം. ഒരു നിമിഷം എല്ലാവരും ഈ മേശയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേൽക്കാം. ഷാൽ വി ഓൾ സ്റ്റാൻഡ്? കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇരിക്കാം. ഈ മേശയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുന്നേൽക്കാം. ഈ മേശയിൽ സഹായിക്കുന്ന സഹോദരൻ മുമ്പോട്ട് കടന്നു വരാം. കർത്തദാസന്മാരും സഹായിക്കുന്നതിനായി മുമ്പോട്ട് കടന്നു വരാം. വേദപുസ്തകം വിളിച്ചു പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണം. എന്നാൽ യേശു അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. 4 കോടതിയിൽ 5 പ്രാവശ്യം വിസ്തരിച്ചിട്ട് ഒരുപോലെ പറഞ്ഞ് ഞങ്ങൾ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ഞാനും നിങ്ങൾ ഓരോരുത്തരും ഈ ശിക്ഷയ്ക്ക് യോഗ്യരായിത്തീർന്നപ്പോൾ ഞാനും നീ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു മരിച്ചു. അവന്റെ ക്രൂശിനെ ധ്യാനിക്കുവാൻ അതുകൊണ്ട് കണ്ണുകളെ അടച്ച് ഉയരത്തിലേക്ക് നോക്കാം. Oh, Rabba Shankuriana. How much he suffered for you. Hallelujah. Appa, അങ്ങ് നല്ല അങ്ങയുടെ സ്നേഹം എത്ര വലിയത്. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. താങ്ക് യു മാസ്റ്റർ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത്
നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് ഈ അപ്പത്തിനായി ഒരുമിച്ച് കർത്താവദാസന്മാരും സഹോദരന്മാരും ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ മഹായാഗത്തെ ഓർക്കുന്ന കർത്താവേ, അവിടുത്തെ അദൃശ്യ കരങ്ങൾ നീട്ടി ഈ അപ്പത്തെ അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ മക്കളിൽ ഭക്ഷിക്കുമ്പോൾ അങ്ങയുടെ മക്കളുടെ പേര് അവിടെ ജീവൻ വ്യാപരിപ്പാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പാ, അങ്ങയുടെ ജീവൻ അവരിലേക്ക് വ്യാപിക്കട്ടെ. അങ്ങയപ്പത്തെ അനുഗ്രഹിച്ചിട്ടുള്ളതായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട എൻ്റെ ശരീരം. അതേ പ്രകാരം അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പഴയ രക്ത നിയമം മോശ ചെയ്തത് കാളക്കിടാവിൻ്റെയോ ആടിൻ്റെയോ രക്തത്താലാണ്. എന്നാൽ യേശു കർത്താവ് ചെയ്ത പുതിയ നിയമം തന്റെ സ്വന്തം രക്തത്താലാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ മനോദയതിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. അവിടുത്തെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി താഴ്ത്തപ്പെട്ട ഓർക്കുന്ന കർത്താവേ, അവിടുത്തെ പാപമില്ലാത്ത പരിശുദ്ധ ഞങ്ങളോട് ചിന്തിയത് ഞങ്ങളിപ്പോൾ ഓർക്കുന്ന കർത്താവേ. ഈ പാനപാത്രത്തെ അങ്ങനെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ അവിടുത്തെ കരം നീട്ടി ഈ പാനപാത്രത്തെ അവിടുത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതിനൊന്ന് പാലം ചെയ്യുമ്പോൾ അങ്ങയുടെ ജലത്തിന്റെ മേൽ അങ്ങയുടെ ജീവൻ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ, അനുഗ്രഹിച്ചു കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദയവായി മുമ്പോട്ട് കടന്നു വന്നു. രക്ഷിതാവിനെ
അപ്പവും വീഞ്ഞും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവർ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണെന്ന് ഓർപ്പിക്കും. അപ്പവീഞ്ഞുകൾ രണ്ടും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ടവർ അതാത് ചെയറുകളിൽ ഇരിക്കണം എന്ന് ഓർപ്പിക്കും. ശുശ്രൂഷയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അപ്പവീഞ്ഞുകൾ ഭക്ഷിച്ച പ്രിയപ്പെട്ടവർ ഇരിക്കുക. ഭക്ഷിക്കുവാനുള്ളവർ മാത്രം നിൽക്കുക. അവർക്ക് ലഭിച്ചാൽ ഉടൻ അവർക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാവുന്നതാണ്. യേശുവിനു മഹത്വം മഹത്വം യേശുവിനു മഹത്വം കുരിശിലവൻ യേശുവിനു മഹത്വം
ഒരുങ്ങി വന്നിട്ടുള്ള പ്രിയപ്പെട്ട ആർക്ക് ലഭിക്കാറുണ്ടെങ്കിൽ കരം ഉയർത്താം. ഒരുങ്ങി വന്നിട്ട് കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകുവാൻ കഴിയാതെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാൽ അപ്പവും വീഞ്ഞും നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും സമ്മതിക്കുവാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് തുടർന്ന് നമ്മെ സഹായിക്കും. ദൈവമക്കളെ, മേശമേൽ അപ്പവും പാനപാത്രം ശേഷിച്ചിരിപ്പുണ്ട്. നമ്മുടെ നടുവിൽ നിന്ന് നമ്മുടെ ബന്ധു